ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാക്ക് സ്നൈഡറിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള റിബൽ മൂൺ പാർട്ട് 2 ദ സ്കാർ ഗിവർ കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിരുന്നു. സോ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കാണാൻ തീരുമാനിച്ചത്. ഒന്നാമത്തെ കാരണം ഞാൻ റിബൽ മൂൺ പാർട്ട് 1 കണ്ടതുകൊണ്ടാണ്. രണ്ടാമത്തെ കാരണം സാക്ക് സ്നൈഡറാണ്. ആൻഡ് സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സാക്ക് സ്നൈഡർ എടുത്തിട്ടുള്ള സിനിമകളിൽ വെച്ച് തന്നെ ഏറ്റവും മോശം സിനിമയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ബാക്കി എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതല്ലാതെ മറ്റൊരു കാരണവും ഈ സിനിമ കാണാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയധികം എന്താ പറയുക, ഒട്ടും എക്സൈറ്റിംഗ് അല്ല സിനിമ. ഇതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ സ്റ്റോറി ലൈനാണ്. വളരെയധികം ലെയിമായിട്ടാണ് ഇതിൻ്റെ റൈറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സിനിമ തുടങ്ങുന്ന തൊട്ട് നമുക്ക് സീൻ ബൈ സീൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയധികം ക്ലീഷേഡായിട്ടാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ സിനിമയിൽ ഈ ഒരു ഇമ്പീരിയൽ ഫോഴ്സിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോട്ടഗോണിസ്റ്റ് ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ബട്ട് ഈ സിനിമയിൽ അവർ ആ ഒരു ഹോം വേൾഡിനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് സിനിമയുടെ കഥ. ഫസ്റ്റ് പാർട്ടിലും വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും കുറച്ച് വേൾഡ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ബാറ്റിൽ സീക്വൻസ് ആണ് ഈ സിനിമയുടെ ഹോൾ പ്ലോട്ട് തന്നെ. ഇപ്പോൾ ഒരു സീരീസിൻ്റെ ഒരു സിംഗിൾ എപ്പിസോഡിൽ കാണിക്കേണ്ട ഐറ്റം വലിച്ചു നീട്ടി ഒരു വലിയ സിനിമയാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഈ സിനിമ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഈ ഒരു ഫൈറ്റിൻ്റെ പാർട്ടും ഉണ്ട്, ഈ ഫൈറ്റിന് വേണ്ടിയുള്ള അവരുടെ പ്രിപ്പറേഷൻസും ഉണ്ട്. ഇതിൽ ഈ ഫൈറ്റ് കിടുവായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെ കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ആ ഫൈറ്റിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ വളരെ ബോറിംഗ് ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം ക്യാരക്ടേഴ്സൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഒന്നും തോന്നത്തില്ല. ഇതിനകത്തൊരു സീക്വൻസ് ഉണ്ട്, അതായത് ഇതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ചുറ്റും ഇരുന്ന് ഓർഡർ അനുസരിച്ച് ബാക്ക് സ്റ്റോറി പറയുവാണ്. ഇവർ വിചാരിക്കുന്നത് കുറച്ച് ബാക്ക് സ്റ്റോറി പറഞ്ഞാൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആവുമെന്നാണ്. അതും ഈ ബാക്ക് സ്റ്റോറീസൊക്കെ കാണിക്കുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര പെയിൻ അനുഭവിച്ചിട്ടുള്ള വലിയ ക്യാരക്ടേഴ്സായിട്ടൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് കാണുന്ന ഓഡിയൻസിനും കൂടി ഇതൊക്കെ തോന്നണ്ടേ? ആകെ ഇതിനകത്ത് പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇതിലെ മ്യൂസിക്കും ചില ഷോട്ടുകളും മാത്രമാണ്. ഇതിലെ മ്യൂസിക് ചെയ്തത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് പുള്ളി കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്നൈഡറിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ലോ മോഷൻ സീക്വൻസുകളുണ്ട് സിനിമയിൽ. അതൊക്കെ കിടിലൻ തന്നെയായിരുന്നു. ഒരുപാട് ബഡ്ജറ്റ് ഇട്ടെടുത്ത സിനിമയാണിത്. അതുകൊണ്ട് തന്നെ വിഷ്വൽസും VFX ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ജെയിംസ് എന്ന് പറഞ്ഞൊരു റോബോട്ട് ക്യാരക്ടറുണ്ട്. പുള്ളിയുടെ ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ട്. ആ ഒരു സീൻ മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ ആകെ കുറച്ചെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. അതിന് കാരണവും ഞാൻ ഈ പറഞ്ഞ വിഷ്വൽസും മ്യൂസിക്കുമാണ്. സോ വിഷ്വൽസ്, മ്യൂസിക്, VFX, സിനിമാറ്റോഗ്രഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അതുമാത്രം പോരല്ലോ. ഈച്ച് സീൻ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടിരിക്കാമെന്നേ ഉള്ളൂ. ആൻഡ് സിനിമയുടെ ക്ലൈമാക്സും വളരെ ലെയിമായിട്ടാണ് തോന്നിയത്. ഫൈനൽ സീനിലൊരു ട്വിസ്റ്റൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് ഫിലിമിലേക്കുള്ളൊരു വഴിയൊരുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. സോ സ്റ്റാർ വാർസും ഡ്യൂണും പോലെയൊക്കെ എടുക്കാൻ ശ്രമിച്ച അവസാനം എന്തോ ആയിത്തീർന്നൊരു ഫ്രാഞ്ചൈസായിട്ടാണ് എനിക്ക് റിബൽ മൂൺ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ട ആളാണെങ്കിൽ, ഈ ഫ്രാഞ്ചൈസിനെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ റിബൽ മൂൺ പാർട്ട് 2 കണ്ടു നോക്കുക. സോ ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അതേ മേക്കിംഗ് സ്റ്റൈലും ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് തീരെ എന്താ പറയുക ഒന്നുമില്ലാത്ത പോലെ തോന്നി എനിക്ക്. പക്ഷേ ഈ സിനിമ എടുക്കാൻ അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം അത്രയധികം വലിയ പ്രൊഡക്ഷൻ സ്കെയിലൊക്കെയാണ് ഈ സിനിമയ്ക്കുള്ളത്. സാക്ക് സ്നൈഡറിൻ്റെ ഫിലിം ആയതുകൊണ്ട് പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്നെടുത്ത് കണ്ടു നോക്കുക. സോ ഇത്രയൊക്കെയാണ് റിബൽ മൂൺ പാർട്ട് 2 ദ സ്കാർ ഗിവർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.